ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 3. അവർ അവിടെ എത്തുമ്പോഴേക്കും രഞ്ജിത്ത് അവിടെ എത്തിയിരുന്നു. ഫോൺ നോക്കിയിരിക്കുന്ന രഞ്ജിത്തിനെ കണ്ടതും രഞ്ജുവേട്ടൻ നേരത്തെ എത്തിയോ? മീനു ചോദിച്ചു. ചോറുണ്ട് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഞാനിങ്ങ് പോന്നു. ഇവിടെ വന്നിരുന്നിട്ട് കുറേയായി, രഞ്ജിത്ത് മറുപടി പറഞ്ഞു. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് ഇവിടെ വന്നിരുന്നിട്ടല്ലേ? ഇന്നും ഇവിടുത്തെ മനോഹാരിതയ്ക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. മീര പച്ച വിരിച്ച നെൽപ്പാടങ്ങളിലേക്ക് നോക്കി പറഞ്ഞു. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ആലോചിച്ചു നമ്മുടെ കുട്ടിക്കാലം. ഇവിടെ വരാത്തൊരു ദിവസം പോലും നമുക്കുണ്ടായിരുന്നില്ല. എത്ര പഠിക്കാനുണ്ടെങ്കിലും ഇവിടെ വന്ന് നമ്മുടെ ഗ്യാങ്ങുമൊത്ത് കുറച്ചു നേരം കളിക്കും. പരീക്ഷ സമയത്ത് പോലും വീട്ടിലിരിക്കില്ല, ബുക്സ് എടുത്ത് ഇവിടെ വന്നിരുന്ന് പഠിക്കും. മനോഹരമായ കാലം തന്നെയായിരുന്നു അത്. രഞ്ജിത്ത് അതെല്ലാം ഓർത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വരാൻ ഒഴിവേ കിട്ടുന്നില്ല. ആകെ ഒരു ഞായറാഴ്ചയാണുള്ളത്. അന്നില്ലാത്ത തിരക്കൊന്നും ഉണ്ടാകില്ല. മീനു പറഞ്ഞത് കേട്ട് രഞ്ജിത്ത്, ഒഴിവുണ്ടെങ്കിൽ തന്നെ നമ്മളപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കെങ്ങനെ ഒഴിവുണ്ടാകാനാ? ഇപ്പം ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ഒരു തവണ പോലും ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല. രാവിലെ ജിമ്മിലൊന്ന് പോയി വന്നാൽ പിന്നെ ഫോൺ നോക്കി റൂമിൽ തന്നെ. വീണ്ടും ആ ഓർമ്മകളോട് പോകുമ്പോഴാണ് നഷ്ടപ്പെട്ടത് മുഴുവൻ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നത്. രഞ്ജുവിൻ്റെ സാഹിത്യമൊക്കെ പറയുന്നു, അല്ലാതെ നിന്നെപ്പോലെ ചളി മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് മീരയെ നോക്കി. നമ്മുടെ സുഫിയനെ ഇപ്പോൾ കാണാറില്ലേ? ഞാൻ അവളെ അവളുടെ കല്യാണത്തിന് കണ്ടതാ, രഞ്ജിത്ത് ചോദിച്ചു. കണ്ടിട്ടൊക്കെ കുറേയായി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുക. കോളേജ് പഠിത്തം കഴിഞ്ഞതോടെ ജോലിക്കായി വിദേശത്ത് പോയി പെട്ടതോടെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ നല്ലൊരു കമ്പനി കിട്ടിയപ്പോഴല്ലേ ഇടയ്ക്ക് വരാൻ പറ്റുന്നത്. ഇത്രയും നാൾ നിനക്കറിയാലോ, 2-3 കൊല്ലം കൂടുമ്പോഴാണ് നാട്ടിൽ 1 മാസത്തെ ലീവിന് വരിക. വന്ന് പെട്ടി തുറന്ന് ഒന്ന് ശ്വാസം വിടുമ്പോഴേക്കും തിരിച്ചു പോകിനുള്ള പെട്ടി കെട്ടാനാകും. ഇതിനിടയിൽ ആരെയും കാണാനോ ഓർക്കാനോ ഒന്നും പറ്റിയില്ല, രഞ്ജിത്ത് നഷ്ടബോധത്തോടെ മീരയോട് പറഞ്ഞു. ഞാനും നമ്മുടെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് കുറേയായി. ഇക്കൊല്ലം കോളേജിലെ ഗെറ്റ് ടുഗദറിന് പോകണം, എല്ലാവരെയും ഒന്ന് കാണണം എന്ന് പറഞ്ഞ് കാറ്റിൽ പാറിപ്പറക്കുന്ന തൻ്റെ മുടിയിഴകളെ മീര തലോടി ഒതുക്കാൻ ശ്രമിച്ചു. മീരയുടെ മുടിയിൽ ഈ ചെമ്പകപ്പൂക്കളുടെ ഗന്ധം കാറ്റിൽ പരന്നു. മീരയ്ക്ക് ഇപ്പോഴും ഈ ചെമ്പകപ്രാന്ത് ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലേ? രഞ്ജിത്ത് മീരയുടെ മുടിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറയുകയോ? കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. വായിക്കുന്ന പുസ്തകത്തിൻ്റെ ഇടയിൽ, തലയിൽ തേക്കുന്ന എണ്ണയിൽ, കിടക്കയിൽ നിന്ന് തുടങ്ങി ചെമ്പകം ഇല്ലാത്തൊരിടമില്ല. ഇതിൻ്റെ മണം അല്ലാതെ വേറൊരു പൂവിൻ്റെ മണം എനിക്കിപ്പോൾ അറിയാതെയായി. എന്ത് മണത്താൽ ആദ്യം ചെമ്പകത്തിൻ്റെ മണമായിരിക്കും തോന്നുക. ഇത് വെറും പ്രാന്തൊന്നും അല്ല. മീനു പറഞ്ഞത് കേട്ട് മീര നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അയ്യോടാ, എന്തൊരു പാവം നോക്കിയേ രഞ്ജേട്ടാ. ഒരു ദിവസം എങ്ങാനും പൂ കിട്ടാതെ ഇരിക്കണം, അപ്പം അറിയാം ഈ പാവത്തിൻ്റെ തനി സ്വഭാവം. പണ്ടെൻ്റെ സ്ഥിരം പണിയാണ് അബ്ബാസ് ഖാൻ്റെ വീട്ടിൽ പോയി ചെമ്പകം വലിക്കുന്നത്. എങ്ങാനും പൂവുണ്ടായിട്ടില്ലെങ്കിൽ അന്ന് ഇവൾ എന്നോട് മിണ്ടില്ല. ഞാൻ എന്തോ ആ മരത്തിനോട് പൂക്കണ്ട എന്ന് മനഃപൂർവ്വം പറഞ്ഞതുപോലെ. അത്രയും ഭ്രാന്തല്ലേ. ഒരു ബഡ് തൈ ഉണ്ടെങ്കിൽ എന്നും പൂ ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഞാനൊരു ചെമ്പകത്തൈ വാങ്ങിക്കൊണ്ടുപോയി ഇവളുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് ഒടുക്കത്തൊരു അന്ധവിശ്വാസം. ഇനി അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ ഞാൻ തന്നെ വെച്ചു കൊടുത്തു. അതിൽ പൂവുണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. മരം കഴിഞ്ഞ വർഷം ഉണങ്ങിപ്പോയില്ലേ? പിന്നെ കോളേജിൽ നിറയെ ചെമ്പകമരം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പണ്ട് രഞ്ജുവേട്ടനാണെങ്കിൽ ഇപ്പം ഞാനാണിര എന്ന് പറഞ്ഞ് മീനു ചിരിച്ചു. കൂടി രഞ്ജിത്തും. ഓ, എന്നെ കുറ്റം പറയാനാണെങ്കിലും രണ്ടാളും ഒന്നായല്ലോ, മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും നിങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ചിരിക്കെ, ഞാൻ പോയി എൻ്റെ കുറച്ച് സെൽഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മീനു പാടത്തേക്കിറങ്ങി. മീനു പോയതും, മീര, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. നമ്മുടെ വീട്ടുകാരെടുത്ത തീരുമാനത്തെക്കുറിച്ച്. വളച്ചു കെട്ടില്ലാതെ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. നിനക്കറിയാലോ, ഞാൻ പണ്ട് തൊട്ടേ പറയാറുള്ളൊരു കാര്യമാണ്, തീരെ പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്നെ അറിയുന്ന ഒരാളെ പാർട്ട്ണറായി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. ഇതിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അമ്മ നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്നും ആലോചിക്കാതെ എസ് പറഞ്ഞത്.
നിന്റെ അന്ധവിശ്വാസങ്ങളെല്ലാം പണ്ട് തൊട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടുകാരും അതിലൊന്നും വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നിന്റെ അഭിപ്രായം എന്താണെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. രഞ്ജിത്ത് മീരയോട് ചോദിച്ചു. ഇതിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയുന്നില്ല. വല്യമ്മയുടെ ബാലമാമ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ബാലമാമ വല്യമ്മയോട് ചോദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ നിന്റെ ഇഷ്ടങ്ങൾ എനിക്ക് അറിയുന്നത് കൊണ്ട് നീ സമ്മതിച്ചത് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടവളാണ് ഞാൻ. വിനോദിൻ്റെ മരണം കൂടി ആയതോടെ എനിക്ക് വിവാഹ ജീവിതമേ വേണ്ടെന്ന് വെച്ച ആളാണ് ഞാൻ. കുഞ്ഞുനാളിൽ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, എൻ്റെ അമ്മായിമാർക്ക് കിട്ടിയ ശാപം പിന്തുടർന്ന പോലെ നന്ദേച്ചിക്കും വളരെ ചെറുപ്പത്തിലെ വിഷ്ണുവിനെ നഷ്ടപ്പെട്ടു. ആ വേദന സഹിക്കാൻ കഴിയാതെ ഒടുവിൽ ചേച്ചി സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഇനിയൊരു ദുരന്തം കൂടെ കാണാൻ എനിക്ക് കഴിയില്ല രഞ്ജിത്ത്. മീരയെ പറഞ്ഞു മുഴിപ്പിക്കാൻ അയക്കാതെ രഞ്ജിത്ത്, മതി മീര, എനിക്ക് കേൾക്കണ്ട. നിന്റെ വേദനകളെല്ലാം കണ്ടു വളർന്നവനാണ് ഞാൻ. നിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും വാശികൾക്കും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്, നിന്റെ അന്ധവിശ്വാസങ്ങൾക്കൊഴിച്ച്. എന്നെ വിവാഹം കഴിക്കാനാണെങ്കിൽ എനിക്കിത്ര അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വാസമില്ല. നിനക്കെന്നെ ഇഷ്ടമാണോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. രഞ്ജിത്ത് ദേഷ്യത്തോടെ പറഞ്ഞു. രഞ്ജിത്ത്, നീ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. വല്യമ്മയും മീനവും വിഷമിക്കരുതെന്ന് കരുതി എൻ്റെ വേദന മുഴുവൻ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അവർ എത്ര നാളായിരുന്നു നമ്മുടെ മണികണ്ഠൻ ജോത്സ്യനെ പോയി കാണാൻ പറയുന്നു. വിവാഹമേ വീണ്ടും തീരുമാനിച്ച് ഞാൻ പിന്നെ ജോത്സ്യനെ എന്തിനു കാണണമെന്ന് കരുതി ഇതുവരെ പോകാൻ തയ്യാറായിട്ടില്ല. പേടിയാണ് രഞ്ജിത്തിനിക്ക്. അച്ഛൻ്റെ ഫാമിലിയിലെ ഏത് പെണ്ണാണ് ദീർഘസുമംഗലിയായിരുന്നിട്ടുള്ളത്? 3 അമ്മായിമാരും വളരെ ചെറുപ്പത്തിലെ വിധവകളായി മാറി. നന്ദേച്ചിക്കും അത് തന്നെയല്ലേ സംഭവിച്ചത്? ഒരു വിനോദമായി എൻ്റെ വിവാഹം തീരുമാനിച്ച് തിരിച്ചു പോകുമ്പോഴല്ലേ അവനും ആക്സിഡൻറ്റിൽ മരിച്ചത്. ഇതിൽ നിന്നെല്ലാം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയൊക്കെ അല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ കാരണമാണോ എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിന്നെ വിവാഹം കഴിക്കാൻ വല്യമ്മ എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണ് സമ്മതിക്കേണ്ടത്? അറിഞ്ഞുകൊണ്ട് നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല രഞ്ജിത്ത്. മീര, എന്തുകൊണ്ടൊക്കെയോ ഇതെല്ലാം സംഭവിച്ചു പോയി, ശരി തന്നെ. പക്ഷെ വിനോദിൻ്റെ മരണം ഒരിക്കലും നീ കാരണമല്ലെന്നേ ഞാൻ വിശ്വസിക്കൂ. നിനക്ക് അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലല്ലേ നിന്റെ ദോഷം അവനെ ബാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പോലും കഴിയാത്ത സാഹചര്യത്തിൽ അവൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയത് എങ്ങനെയാണ് നിന്റെ കുറ്റമാവുന്നത്? അതുകൊണ്ട് ഒരിക്കലും നീ കാരണമാണെന്ന് നീ ചിന്തിക്കരുത്. നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലടോ. നീ ഭയപ്പെടാതെ. നിന്റെ സമ്മതം മാത്രം മതി എനിക്ക്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കളിക്കൂട്ടുകാരൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു പക്ഷേ വല്യമ്മ പറയുന്നത് പോലെ എൻ്റെ മനസ്സിലെ ചിന്തകൾ കാരണം അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഞാൻ ആരെയും കാണാൻ ആഗ്രഹിക്കാത്ത കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ നിനക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. പക്ഷെ നീ അതിന് സമ്മതിക്കണം. മീനുവിൻ്റെയും വല്യമ്മയുടെ നിർബന്ധം കാരണം ഞാൻ ആ ജോത്സ്യനെ പോയി കാണാൻ തന്നെ തീരുമാനം. നാളെ ഞാനും മീനുവും കൂടി പോകുന്നുണ്ട്. നീയും കൂടെ വരണം. ജോത്സ്യൻ എന്ത് പറയുന്നു എന്ന് എനിക്ക് ആദ്യം അറിയണം. അമ്മായിമാരുടെ ദോഷം എൻ്റെ നാളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നിട്ട് നമ്മുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയൂ. നിനക്കിഷ്ടമില്ലെങ്കിൽ കൂടി നീ വരണം. മീരയുടെ വാക്കുകൾ കേട്ട് രഞ്ജിത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട്, എന്താ നീയൊന്നും മിണ്ടാത്തത്? മീര രഞ്ജിത്തിനോട് ചോദിച്ചു. തുടരും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്ന രഞ്ജിത്ത് മീരയോടൊപ്പം ജോത്സ്യനെ പോയി കാണാൻ തയ്യാറാകുമോ ഇല്ലയോ? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. പിന്നെ ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. തുടർന്നും കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക.